എല്ലാവർക്കും ആർട്ടി ക്രാഫ്റ്റി കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാനിരിക്കുന്നത് ക്രോഷറ്റിംഗിന്റെ ബേസിക്സ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ 4 ബേസിക് സ്റ്റിച്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ സ്റ്റിച്ചസ് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ക്രോഷറ്റിംഗ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു വുള്ളന്റെ ത്രെഡും പിന്നെ ഹുക്സുമാണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഹുക്കിന്റെ സെറ്റാണ്. ഇവിടെ ചെറിയ ഹുക്ക് തൊട്ട് വലിയ ഹുക്സ് വരെ ഉണ്ട്. ചെറിയ ഹുക്സ് കൊണ്ട് നമുക്ക് ചെറിയ ത്രെഡിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, ഈ പാച്ച് വർക്സിനൊക്കെ. പിന്നെ ഈ വലിയ ഹുക്ക് കൊണ്ട് നമുക്ക് വലിയ ബ്ലാങ്കറ്റോ അതോ കാർപ്പറ്റോ അതുപോലെയുള്ളതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു 6.5 mm ആണ്. അപ്പോൾ തിക്കായിട്ടുള്ള യാണൊക്കെ ഇതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ത്രെഡ് 3.5 mm ആണ്. സോ നമുക്ക് 3.5 mm ഹുക്ക് മതിയാവും. ഈ ഒരു ത്രെഡ് ലോക്കൽ സ്റ്റോഴ്സിൽ എല്ലാ സ്റ്റോഴ്സിലും കിട്ടുന്നതാണ്. ഇത് 3.5 mm ഹുക്കാണ്. ഇതുപോലെ സെറ്റായിട്ട് നമ്മൾ വാങ്ങിയില്ലെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും. സോ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് 3.5 mm തന്നെയാണ്. എല്ലാ സ്റ്റോഴ്സിലും സ്റ്റേഷനറി ഷോപ്സിലും പിന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്സിലും ഒക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹുക്കാണിത്. ക്രോഷറ്റിംഗ് ബേസിക്സിൽ ആദ്യത്തെ സ്റ്റിച്ചാണ് സ്ലിപ്പ് നോട്ട്. ക്രോഷറ്റിംഗിന്റെ ആദ്യത്തെ സ്റ്റിച്ച് സ്ലിപ്പ് നോട്ടാണ്. ഇതാണ് ഏറ്റവും ബേസിക് ആയ ഒരു നോട്ട്. ഈ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർ ഓരോ തരത്തിലാണ് ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന 2 മെത്തേഡ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഉള്ളനിന്റെ ഒരു അറ്റം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഒരു ചെറിയ റൗണ്ട് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് ആ താഴെയുള്ള ആ വാലില്ലേ, അത് ഈ റൗണ്ടിന്റെ സെന്ററിൽ കൂടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മുടെ ഹുക്ക് എടുത്തിട്ട് ആ നടുവിലുള്ള ആ ലൈന് പോലെയുള്ളത് കുറച്ച് പൊന്തിച്ചിട്ട് ആ വാലിന്റെ ഭാഗം നമുക്ക് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇത് നമുക്കൊന്ന് പൊന്തിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട്. ഇനി ഈ ഭാഗം എപ്പോഴും നമ്മൾ ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കണമെന്ന് നമ്മുടെ ഗ്രിപ്പിന്റെ ഒരു ഭാഗമാണ്. അത് എപ്പോഴും വിടാൻ പാടില്ല. ഇത് പിടിച്ചിട്ട് ആ ചെറിയ വാലുള്ള അവിടെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമ്മുടെ സ്റ്റിച്ച് റെഡി. സോ ഇത് കറക്റ്റ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ നൂല് 2 അറ്റത്തും വലിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നൂലായിട്ട് കിട്ടണം. കെട്ട് വരാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നോർമൽ നൂല് പോലെ വരണം. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. ഇതുപോലെ ഒരു അറ്റം ഇങ്ങനെ സർക്കിൾ ആയിട്ട് വെച്ചിട്ട് ആ വാലിന്റെ ഭാഗം സെന്ററിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ ഹുക്ക് കൊണ്ട് ആ സെന്ററിലുള്ള ലൈന് കുറച്ച് പൊന്തിച്ചെടുത്തിട്ട് ആ ബാലൻസ് ഉള്ള വാലിന്റെ ഭാഗം ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇതൊന്ന് പൊന്തിച്ചു കൊടുക്കുക. പിന്നെ വലിയ നൂലുള്ള അവിടെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ആ ചെറിയ നൂലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ആക്കേണ്ടത്. ഇങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കുക. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് കാണാം. ഇപ്പൊ നമ്മളൊരു വലിയ ലൂപ്പാണ് ഉണ്ടാക്കുന്നത്, വലിയൊരു സർക്കിളാണ് ഉണ്ടാക്കുന്നത്. സർക്കിൾ ഉണ്ടാക്കിയിട്ട് ആ ചെറിയ വാലിന്റെ ഭാഗം ഞാൻ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ആ വലിയ നൂലിനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കാം. അപ്പോൾ ലൂപ്പ് റെഡിയായി. എന്നിട്ട് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വലിച്ചു കൊടുക്കാം. ഇതാണ് സ്ലിപ്പ് നോട്ട്. അതുപോലെ തന്നെയാണ് ചെക്ക് ചെയ്യുക. എപ്പോഴും കെട്ട് വരാൻ പാടില്ല. കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചസ് തെറ്റിപ്പോവും. ഇനി നമ്മൾ കാണാനിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് ആണ്. ചെയിൻ സ്റ്റിച്ചിനെ ബേസിക് സ്റ്റിച്ച്, ഫൗണ്ടേഷൻ സ്റ്റിച്ച്, സ്ലിപ്പ് സ്റ്റിച്ച് എന്നും പറയാം. നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. ഈ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റിച്ചസ് ആണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ഡിസൈൻസും ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഹുക്ക് ഇട്ടിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വലിയ ത്രെഡിൽ, ഇത് നമ്മുടെ ബാലൻസ് ആണ് കേട്ടോ, ഇത് നമ്മൾ എപ്പോഴും വിടാൻ പാടില്ല. ഇത് ഇങ്ങനെ ടൈറ്റൻ ചെയ്യാം, അല്ലെങ്കിൽ ലൂസനും ചെയ്യാം. ഇപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ ടൈറ്റൻ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഈ 2 വിരലും കൊണ്ട് ആ ചെറിയ വാലില്ലേ അത് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കാണ്. ഇപ്പോൾ നമ്മുടെ ഹുക്ക് മേലെയും ത്രെഡ് താഴെയാണ്. ഇനി നമ്മൾ മേലെയുള്ള ഹുക്ക് താഴെയുള്ള ത്രെഡിന്റെ പിന്നാലെ കൂടെ ഇങ്ങനെ ടേൺ ചെയ്തിട്ട് സ്ലിപ്പ് നോട്ടിന്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കണം. ഒന്നും കൂടി കാണിക്കാതെ നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം. ഹുക്ക് കൊടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിക്കുക, ടൈറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് നൂല് താഴെയും ഹുക്ക് മുകളിലുമാണ്. ഇപ്പൊ മേലെയുള്ള ഹുക്ക് താഴെയുള്ള ത്രെഡിന്റെ പിന്നാലെ കൂടെ എടുത്തിട്ട് ടേൺ ചെയ്തിട്ട് ഈ സ്ലിപ്പ് നോട്ടിന്റെ ഉള്ളിൽ കൂടെ എടുക്കണം. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇതുപോലെ നമ്മുടെ നൂല് വന്നിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ആവണം. ഇതൊരു മിസ്റ്റേക്ക് ആണ് ബിഗിനേഴ്സ് ഫേസ് ചെയ്യുക. ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കറക്റ്റ് ആയിട്ട് വരില്ല. ഇപ്പൊ ഹുക്ക് മേലെയും ത്രെഡ് താഴെയാണ്. ഇപ്പൊ മേലെയുള്ള ഹുക്ക് താഴെയുള്ള ത്രെഡിന്റെ പിന്നാലെ കൂടെ എടുത്തിട്ട് ഹുക്കിനെ ടേൺ ചെയ്തിട്ട് ആ ലൂപ്പിൽ കൂടെ പുറത്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ചെയിൻ സ്റ്റിച്ച് റെഡി. ഇനി ചെക്ക് ചെയ്യാൻ ഇങ്ങനെ 2 അറ്റം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നൂലായിട്ട് കിട്ടണം. ഇപ്പൊ നമ്മുടെ നൂല് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫ്ലെക്സിബിൾ ആയിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞില്ലേ, അവിടെ ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ആയിട്ട് വരില്ല. മൂന്നാമത്തെ ബേസിക് സ്റ്റിച്ച് ആണ് സിംഗിൾ ക്രോഷറ്റ്. ഇപ്പൊ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതായിട്ട് സിംഗിൾ ക്രോഷറ്റ്. ഞാനിപ്പോൾ കാണിക്കുന്ന ഭാഗമാണ് ചെയിൻ 1.
ചെയിൻ 1ന്റെ ഉള്ളിലാണ് ഈ ലൂപ്പ് വരുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഹുക്ക് ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻ 2ലാണ്. കാരണം ചെയിൻ 1ന്റെ ഉള്ളിൽ കൂടെ അല്ലേ നമ്മൾ നൂലെടുത്തിരിക്കണേ. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ പിന്നെയും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ചെയിൻ പുറത്തേക്ക് വരും, അപ്പൊ വർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ചെയിൻ 2ലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ ചെയിൻ 2ന്റെ ഉള്ളിൽ ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ നൂലിനെ ഞാൻ ഹുക്കില് ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാണ്. അപ്പൊ നമുക്ക് 2 ലൂപ്പ് കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ നൂലുകൊണ്ട് വലിച്ചെടുക്കും. അപ്പൊ ഞാൻ ആ വലിയ ത്രെഡ് കുറച്ച് ലൂസൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 3യിൽ വർക്ക് ചെയ്യാം. ഇപ്പൊ ചെയിൻ 3യുടെ ഉള്ളിൽ അതുപോലെ തന്നെ ഈ ഹുക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ആ ത്രെഡിനെ നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അപ്പൊ നമുക്ക് 2 ലൂപ്പ് കാണില്ലേ, അതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ത്രെഡിനെ പുറത്തേക്ക് എടുക്കണം. ഇതാണ് സിംഗിൾ ക്രോഷറ്റ്. ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ സിംഗിൾ ക്രോഷറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഡബിൾ ക്രോഷറ്റിംഗ്. നമ്മൾ ഫിനിഷ് ചെയ്ത സിംഗിൾ ക്രോഷറ്റിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡബിൾ ക്രോഷറ്റിന് ആദ്യം നമ്മൾ ഇങ്ങനെ നൂല് ചുറ്റിയെടുക്കും. ഹുക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് ചെയിൻ എന്നാണ് വർക്ക് ചെയ്യുക. അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഹുക്ക് ഇട്ടിട്ട് നമ്മൾ സിംഗിൾ ക്രോഷറ്റിന് ചെയ്തില്ലേ അതേ മെത്തേഡാണ് തിരിച്ച് പുറത്തെടുക്കുക. ഇവിടെ എന്താ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ലൂപ്സ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആദ്യം 2 ലൂപ്പിന്റെ ഉള്ളിൽ നൂലെടുത്തിട്ട് പിന്നീട് ബാക്കിയുള്ള 2 നൂലിൽ നമ്മൾ ലൂപ്പ് എടുക്കും. അതാണ് ഡബിൾ ക്രോഷറ്റ്. 2 ടൈംസ് നമ്മൾ ലൂപ്പ് എടുക്കുന്നതാണ് ഡബിൾ ക്രോഷറ്റ്. ഇപ്പൊ ഈ 3 ലൂപ്പ് ആണല്ലേ, ഇപ്പൊ ആദ്യത്തെ 2 ലൂപ്പില് ഞാൻ നൂലെടുക്കാം. ഇപ്പൊ 2 ലൂപ്പിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ബാക്കി നമുക്ക് ഇനി 2 എണ്ണം ഉണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് എടുക്കാം. ഇതാണ് ഡബിൾ ക്രോഷറ്റ്. ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ഫിനിഷ് ചെയ്ത സിംഗിൾ ക്രോഷറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഹുക്ക് ഇട്ടിട്ട് ഡബിൾ ക്രോഷറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ ഒരു റൊട്ടേഷൻ എടുക്കും. ആ ഹുക്ക് വന്നിട്ട് നൂലിന്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഒരു റൊട്ടേഷൻ എടുത്തിട്ട് സെക്കൻഡ് ചെയിനിന്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ നൂല് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ലൂപ്സ് കിട്ടുന്നുണ്ടാവും. ആദ്യം 2 ലൂപ്പിന്റെ ഉള്ളില് നമുക്ക് നൂല് ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ബാക്കിയുള്ള 2 ലൂപ്സിന്റെ ഉള്ളിൽ പിന്നെ നമുക്ക് ലൂപ്പ് എടുക്കാം. ഇതാണ് ഡബിൾ ക്രോഷറ്റ്.
ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഫിനിഷിംഗ് പാർട്ടാണ് നോക്കേണ്ടത്. ഇതുപോലെ ആ ലൂപ്പ് ഞാൻ വലുതാക്കിയിട്ട് ആ എക്സ്റ്റെൻഡ് ആവണ ആ നൂല് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാണ്. എന്നിട്ട് ബാക്കി വേസ്റ്റ് ഭാഗം കട്ട് ചെയ്യുക. ഫിനിഷിംഗ് പാർട്ട് ഒന്നും കൂടി കാണിക്കാം. നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലൂപ്പിനെ കുറച്ച് വലിച്ച് വലിയ ലൂപ്പാക്കണം. എന്നിട്ട് ആ എക്സ്റ്റെൻഡ് ആവുന്ന ത്രെഡിനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ വാല് പോലെയുള്ള ത്രെഡിനെ ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ഇത് വേസ്റ്റ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഇതിന്റെ ഫിനിഷിംഗ് പ്രോസസ്. ഇന്നത്തെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.